അങ്ങനെ വൈകുന്നേരം കുറേ നേരം പൂളിൽ കളിച്ചതിന് ശേഷം നമ്മൾ ചായ കുടിച്ചു, സ്നാക്സ് കഴിച്ചു, പിന്നെ ഫ്രഷൊക്കെ ആയിട്ട് രാത്രി ഡിന്നർ ആക്ച്വലി ഏട്ടനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറായിരുന്നു കേട്ടോ. അത് ഏട്ടൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ഭംഗിക്ക് തന്നെ അത് ചെയ്തു. ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഐ വാസ് വെരി ഹാപ്പി. നമ്മൾ എൻജോയ് ചെയ്തു നന്നായിട്ട്. ഞാനും മോളും പാസ്തയാണ് കഴിച്ചത്. അച്ഛനും ഏട്ടനും പൊറോട്ടയും കറിയായിരുന്നു കഴിച്ചത്. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അതായത് അപ്പുറത്ത് റിവറും ലൈറ്റ്സും പിന്നെ ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു, പിന്നെ ആ കാറ്റും എല്ലാം കൂടി നല്ലൊരു ഹാപ്പി ഫീലിംഗ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ബുഫേ ആയിരുന്നു. ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. വടയൊക്കെ ഇങ്ങനെ കുഞ്ഞു നല്ല രസമുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ടേസ്റ്റും ഫുഡെല്ലാം നല്ല അടിപൊളി. ഫുഡ് ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പതുക്കെ നമ്മൾ ഫ്രഷൊക്കെ ആയിക്കഴിഞ്ഞ് അറൗണ്ട് ഒരു 12 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ റൂം ചേഞ്ച് ചെയ്തത്. നമ്മൾ അച്ഛൻ്റെ തൊട്ട് അപ്പുറത്തെ റൂമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാമേ. പപ്പേൻ്റെ റൂം അത് തന്നെ സെയിം തന്നെ, ജസ്റ്റ് കളർ ഡിഫറൻസ് ഒക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോയി ലഞ്ച് കഴിച്ചിട്ട് ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തു. പിന്നെ അഗെയിൻ പൂളിലേക്ക് ഇറങ്ങി. അങ്ങനെ ആ ഒരു ദിവസം നല്ല ഫുൾ റിലാക്സ് ആയിട്ട് ആ ദിവസം അങ്ങനെ തീർന്നു. നെക്സ്റ്റ് ഡേ പിന്നെ നമ്മൾ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രഷായി റെഡിയായിട്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.